ഗുഡ് മോർണിംഗ് ഓപ്പണിംഗ് ആർസ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സിലേക്ക് തന്നെ കിടക്കാം. നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ആദ്യ മിനിറ്റിലെ പെർഫോമൻസിൽ വളരെ ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. 25,100 എന്നുള്ളൊരു നിലവാരത്തിനപ്പുറത്തേക്ക് നിഫ്റ്റി 50 ഇപ്പോൾ മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ട്. എസ്പെഷ്യലി ഓട്ടോ മേഖല 1% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നു. മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഇന്ന് ഈ ഒരു ആദ്യ മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഏതായാലും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡീലിന്മേലുള്ള അപ്ഡേഷൻസ് ആണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ജപ്പാനും ഫിലിപ്പീൻസുമായിട്ട് US വ്യാപാര കരാറിലെത്തിയിരിക്കുന്നു. ജപ്പാന് 15%, ഫിലിപ്പീൻസിന് 19% ട്രേഡ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏതായാലും ജപ്പാനുമായുള്ള കരാർ US-ലേക്ക് $550 ബില്യൺ ജാപ്പനീസ് നിക്ഷേപം കൊണ്ടുവരുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ഈ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ 25% താരിഫ് ഉണ്ടായേക്കുമെന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഒരു 15% കുറയുന്നു. ഇനി നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 1 മുൻപ് ആ ഒരു ട്രേഡ് ഡീൽ ഉണ്ടായേക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ജപ്പാൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ട്രംപിൻ്റെ ഈ ഒരു മയപ്പെടൽ ഇന്ത്യയുമായിട്ട് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇനി നോക്കി അറിയേണ്ടത്, അല്ലേ? ജാസ്മിൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പോൾ US മാർക്കറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ S&P ചെറിയ സ്ലൈറ്റ് രീതിയിൽ പോസിറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു +0.6% അപ്പായിരുന്നു. ബട്ട് ഈവൻ ദെൻ ദാറ്റ് കണ്ടിന്യൂസ് ടു ബി സ്കെയിലിംഗ് ന്യൂ ഹൈറ്റ്സ് എന്നുള്ളതാണ്. അതായത് പുതിയ ഹൈ എടുത്തെടുത്ത് S&P മുന്നോട്ട് പോകുന്നു. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് കണ്ടിന്യൂസ് ടു വീക്കൻ, അതായത് 97.45 തന്നെ നിലനിൽക്കുന്നു എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നലെ രാത്രി വന്ന ന്യൂസുകളിൽ ഒന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ, കാര്യം വെച്ചാൽ ഇതിന് മുമ്പേ നമ്മൾ 2 ആഴ്ച മുമ്പേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ട്രംപ് വാസ് റിയലി നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ജാപ്പനീസ്. അതായത് ട്രംപിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് വെച്ചാൽ ട്രംപിന് ഈ ടാരിഫ് വഴി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഫാർമേഴ്സിനെയും കൂടെ സഹായിക്കണം എന്നുള്ളൊരു ഇൻറ്റൻറ്റ് അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തന്നെ ട്രംപിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജപ്പാനോടുള്ള ട്രംപിന് പ്രത്യേകിച്ചുള്ള ഒരു ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം നന്നായിട്ട് റൈസ് കൺസ്യൂം ചെയ്യുന്ന ഒരു കൺട്രി, അതായത് അരി അവർക്ക് നന്നായിട്ട് വേണം. പക്ഷേ എന്നാൽ തന്നെയും ഈ ജപ്പാൻ US-ൽ നിന്ന് അരി മേടിക്കാൻ തയ്യാറല്ല. അവർക്ക് ഈ അരിയുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിലും സ്കേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും അവർ US-ൽ നിന്ന് മേടിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു കാരണത്താൽ ട്രംപ് വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ജപ്പാൻ എന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടത്. എന്നിട്ട് ഏതാണ്ട് നമ്മൾ ആദ്യത്തെ ഇനിഷ്യൽ ഇതിലൊക്കെ ഏതാണ്ട് 25% ടാരിഫാണ് ശരിക്കും പറഞ്ഞാൽ ജപ്പാനോട് പറഞ്ഞിരുന്നത് എന്നുള്ള. ബട്ട് സർപ്രൈസിംഗ്ലി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഒരു അനലിസ്റ്റും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. ഇന്നലെ ജപ്പാനായിട്ടുള്ള ട്രേഡ് ഡീല് ഇതാ അനൗൺസ് ചെയ്തേക്കുന്നു. ഏതാണ്ട് 15% ഇമ്പോർട്ട് ലെവി അതാണ് അതിനകത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇൻ റിട്ടേൺ $550 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ജപ്പാൻ US-ലേക്ക് ചെയ്യും എന്നുള്ള ഒരു ഈ അറേഞ്ച്മെൻറ്റും കൂടെയാണ് വന്നിരിക്കുന്നത്. അവിടെയും നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, US പ്രോഡക്ട്സിന് ജപ്പാനിൽ എൻട്രി ചെയ്യാൻ നോ ടാരിഫ് എന്നുള്ള. അപ്പോൾ നമ്മൾ അതിൽ തന്നെയാണ് അതിനകത്ത് ആൻസർ ഉള്ളത്. നമ്മൾ ഇത്രയും കേട്ട എല്ലാ ട്രേഡ് ഡീലും ഹൂ എവർ ദേ ഹാവ് എഗ്രി ടു എല്ലായിടത്തും അമേരിക്കയ്ക്ക് ഫ്രീ എൻട്രി ആണ്. എന്തുകൊണ്ട് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് ഡീല് ഓഗസ്റ്റ് 1 കഴിഞ്ഞ് പോകുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് നോട്ട് എഗ്രീയിങ് ടു ദാറ്റ്. അല്ലാതെ വേറെ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ഈസ് പുഷിങ് ഹാർഡ്. ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഐ എം റിയലി ഹാപ്പി അറ്റ് ദ വേ ഇൻ വിച്ച് ഇന്ത്യ ഈസ് കൺട്രോളിങ് ദ ടോക്സ്. അതായത് സാധാരണ ഈ ട്രംപ് കയറി സംസാരിക്കുന്നു, ഒരു എഗ്രീഡ് ആയിട്ടുള്ള ടേംസ് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നു, പ്രഷറൈസ് ചെയ്യിക്കുന്നു, ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് അനൗൺസ് ചെയ്യുന്നു. ഇതാണ് ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു ടെംപ്ലേറ്റ്. അതിൽ നിന്ന് മാറി ഇന്ത്യ ഈസ് ട്രൈങ് വെരി ഹാർഡ്. ആൻഡ് വൈ ഇന്ത്യ ഈസ് ഏബിൾ ടു ഡു ഇറ്റ്? നോട്ട് ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നോ ഇന്ത്യ ഇല്ലാതെ അമേരിക്കയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നില്ല. ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻ US, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻ US. അതുമാത്രമല്ല അമേരിക്കൻ കോളേജസ് അല്ലെങ്കിൽ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വലിയൊരു വരുമാനം തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ആണെന്നുള്ള. അതുമാത്രമല്ല ട്രംപിന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വോട്ടേഴ്സിൻ്റെ ആ ഒരു വോട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്ത്യ ലിവറേജ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇന്ത്യ ഈസ് ട്രൈങ് ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് എന്നുള്ള. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് അൺഫോൾഡ്സ് എന്നുള്ള. ഇപ്പോൾ ജപ്പാനായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഏതാണ്ട് ട്രേഡ് ഡീൽ ഇസ് ഓൾമോസ്റ്റ് ഡൺ. അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ എന്താ അമേരിക്ക അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ അമേരിക്കൻ കാർസിന്, സാധാരണ ജാപ്പനീസ് കാർസിനാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഇമ്പോർട്ടൻസ്.
അമേരിക്കൻ കാർസിന് ജാപ്പനീസ് മാർക്കറ്റിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ജനറൽ മോട്ടോഴ്സിനും ഫോർഡിനൊന്നും ജപ്പാനിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ ഓട്ടോ മേക്കറിൻ്റെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന പോലെ ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാൻ കാർസാണ് അമേരിക്കയിൽ മോർ പോപ്പുലർ എന്നുള്ളത്. ബട്ട് മാറിയ സാഹചര്യങ്ങൾ, അതായത് ടെസ്ല പോലെയുള്ള കമ്പനികൾ വന്ന സ്ഥിതിക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിൽ അമേരിക്ക ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ആ ടെക്നോളജിയിൽ മുന്നോട്ട് പോയ സ്ഥിതി കാരണം അമേരിക്ക എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ട്രേഡ് ഡീൽ കൊണ്ട് ജപ്പാനിലേക്ക് US ഓട്ടോമൊബൈൽസിന് നല്ലൊരു എക്സ്പോർട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ഈ ജാപ്പനീസ് സ്റ്റോക്സ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ടയോട്ട ഇന്നലെ നോക്കുകയാണെങ്കിൽ അതാണ് 10% അപ്പാണ്. അത് മാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിക്കൈ, അതായത് നിക്കൈ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്, അത് +2% അപ്പായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരുപാട് ജാപ്പനീസ് ഓട്ടോമേക്കേഴ്സിൻ്റെ സ്റ്റോക്ക് ലൈക്ക് നിസാൻ, മാസ്ഡ, ഹോണ്ട എന്നിങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഏതാണ്ട് 7 തൊട്ട് 15% വരെ അപ്പായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ട്രേഡ് ഡീലിൻ്റെ ഒരു റിവർബറേഷൻ ആണെന്ന് തോന്നുന്നു ജാപ്പനീസ് സ്റ്റോക്സ് അല്ലെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ്, പ്രത്യേകിച്ച് ജപ്പാനിലെ ഓട്ടോമൊബൈൽ കമ്പനീസിൻ്റെ സ്റ്റോക്സിന് നല്ലൊരു പെർഫോമൻസ് ആണ് കണ്ടതെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ജപ്പാനിൽ നിന്ന് US എക്സ്പോർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് 2 മാസമായിട്ട് ഏതാണ്ട് 25 തൊട്ട് 30% ഡൗൺ ആയിരുന്നു ഈ ടാരിഫിൻ്റെ ഇഷ്യൂ കാരണം. നൗ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അതൊന്ന് പിക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മാത്രമാണ് ജപ്പാനും US തമ്മിലുള്ള ട്രേഡ് ഡീലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോമൊബൈലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ പിക്ചർ, ഈ ഡീലിൻ്റെ മൈക്രോ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഒരു ബ്രോഡായിട്ട് അത് ഏതാണ്ട് 20% ആയി, എത്ര 20% അല്ലേ, 15% ആയി കുറഞ്ഞു എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോൺട്രോസ് ഓഫ് ദ ഡീൽ ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ അല്ല. അതിന് വരും ദിവസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. ഓട്ടോമൊബൈലാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജപ്പാനും US തമ്മിലുള്ള ട്രേഡ് ഡീലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന പോലെ ഓട്ടോമൊബൈൽസ് ആണ്. അതെന്താണെന്നുള്ളത് നമുക്ക് സൂക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള. രണ്ടാമത് ഫിലിപ്പീൻസ് ആയിട്ടും ഈ പറഞ്ഞ പോലെ ട്രേഡ് ഡീൽ എത്തിയെന്നാണ്. അവിടെ 19% ട്രേഡ് ടാരിഫ് വച്ചേക്കുന്നത് ഫിലിപ്പീൻസ് ഗുഡ്സിന് 20% ആയിരുന്നു ലെറ്റർ അയക്കുമ്പോൾ, അതിൽ നിന്നൊരു 1% കുറഞ്ഞു കിട്ടി എന്നുള്ളത് ആശ്വാസകരമായിരുന്നു എന്നുള്ള. എഗെയിൻ ഈ പറയുന്ന പോലെ ഫിലിപ്പീൻസിലേക്ക് US എക്സ്പോർട്സിന് ഫ്രീ ടാരിഫ് ഇല്ലാത്ത ഒരു ഫ്രീ ട്രേഡാണ് നടക്കുന്നതെന്നുള്ള. അത് മാത്രമല്ല, ഒരുപാട് മിലിറ്ററി എക്യുപ്മെൻറ്റ്സും ഡിവൈസസും ഫിലിപ്പീൻസ് US-ൻ്റെ നിന്ന് മേടിക്കും എന്നുള്ളൊരു ധാരണയും കൂടെ ആയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഇംഗ്ലീഷിലൊരു സെയിങ്ങില്ലേ, ഹെഡ്സ് യു വിൻ, ടെയിൽസ് ഐ ലൂസ് എന്ന് പറയും പോലെ ഇതെല്ലാം അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടാണ് വരുന്നതെന്നുള്ള. ആൻഡ് ഈസ് എ സ്മാർട്ട് ബിസിനസ് മാൻ എന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. മേ ബി ഒരു ഇന്ത്യ ആയിട്ട് മാത്രം വേണ്ട രീതിയിൽ പോയില്ല. അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനും ട്രംപിന് പറ്റുന്നില്ല. സാധാരണ ജപ്പാൻ അഗെയിൻസ്റ്റ് ഒക്കെ വളരെ ഹാർഡായിട്ട് സംസാരിച്ചിരുന്ന ട്രംപ് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് ഡീൽ പുഷ് ചെയ്ത് August 1 ഡെഡ് ലൈൻ കഴിഞ്ഞ് പോയിട്ട് പോലും വി ആർ ട്രൈങ് ടു ഫൈനലൈസ് ഇറ്റ് ഇന്ത്യ എന്നല്ലാതെ ഹീസ് മച്ച് സോഫ്റ്റർ വിത്ത് ഇന്ത്യ. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ കയ്യിൽ വലിയ മാസീവായിട്ടുള്ള പവർ ആയതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റും നമ്മുടെ പോപ്പുലേഷനും അമേരിക്കയിലുള്ള നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷനും പോപ്പുലേഷനും റവന്യൂ കോൺട്രിബ്യൂഷനും ഒക്കെ തന്നെയാണ്, ഈ സ്പെൻഡിങ് കോൺട്രിബ്യൂഷനും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന പോലെ. ഈവൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യൻ മൂവീസ് US പോയി ഷൂട്ട് ചെയ്ത് ഒരു വാൾ സ്ട്രീറ്റ് ഒക്കെ വാടകയ്ക്ക് എടുത്ത് ഷൂട്ട് ചെയ്യുന്നതും, ഈവൻ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്, അവിടെ ഒരു മാർവാടി കല്യാണത്തിന് വേണ്ടിയിട്ട് വാൾ സ്ട്രീറ്റ് വാടകയ്ക്ക് എടുത്ത ചരിത്രം പോലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടെന്നുള്ള. അത്രയ്ക്ക് പവർഫുള്ളാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി US-ലുള്ളതെന്നുള്ള. അതൊരു വലിയൊരു ഇലക്ട്രേറ്റുമാണ് US-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അത് ലിവറേജ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. പിന്നെ US-ചൈന ടോക്സ്, നമ്മൾ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസനിൻ്റെ ഒരു സ്പീച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് വരുന്ന 28-നും 29-നും ഈ ജൂലൈയിൽ ഈ 2 ദിവസം നമ്മൾ ചൈനയായിട്ടുള്ള ടോക്ക് നമ്മൾ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. അതായത് സംസാരിച്ചു തുടങ്ങി, ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടില്ലല്ലോ, ഒരു ധാരണയല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മാർക്കറ്റ്. അതായത് അദ്ദേഹം പറഞ്ഞു, ജെറോം പവലിനെ ഇപ്പോൾ താൽക്കാലികമായിട്ട് മാറ്റേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് സ്വമേധയാ മാറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷ് ആൻഡ് വില്ലിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് പറയുന്നു. ഇത് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇദ്ദേഹം എക്കോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഈവൻ ദെൻ സ്കോട്ട് ബെസനിൻ്റെ ഈ വാക്കുകൾ ഒരു ആശ്വാസകരമാവുന്നു എന്ന് മാത്രം പറഞ്ഞു വയ്ക്കാം. പിന്നെ ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നാളെ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ട്രേഡ് ഡീൽ
ഞങ്ങൾ സൈൻ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് രീതിയിൽ നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്വേർഡ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 25,255 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയ 25,369. ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് നമുക്ക് പറഞ്ഞ പോലെ മാർക്കറ്റ് തിരിഞ്ഞു എന്ന് നമുക്ക് അവകാശപ്പെടാം. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഡൗൺവേർഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇപ്പോഴും 24,882 ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഇൻഫോസിസിന്റെ റിസൾട്ട് വരികയാണ്. ഈ ഇൻഫോസിസിന്റെ റിസൾട്ട്സിനെ കുറിച്ച് പൊതുവേ നമുക്കറിയാലോ, ഈ IT സെക്ടർ വളരെ വലിയ അണ്ടർ പെർഫോമർ ആയിരുന്നു. എസ്പെഷ്യലി ഈ ടാരിഫ് ഒക്കെ പറഞ്ഞ് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടും, അമേരിക്ക റിസെഷനിലേക്ക് പോകും എന്നുള്ളൊക്കെ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഈ പറഞ്ഞ പോലെ ഇൻഫോസിസിന്റെ IT സെക്ടർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻഫോസിസിന് ഭയങ്കര വലിയ റിസൾട്ട്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും സ്ലൈറ്റ്ലി ബെറ്റർ, അതായത് ഒരു ചെറിയ എന്തൊരു സിൽവർ ലൈനിങ് കാഴ്ചവെക്കാം എന്നാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ മാനേജ്മെന്റ് കമന്ററിയും ഡീൽ വിൻസിനെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്ററി മാനേജ്മെന്റ് സൈഡിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റ്സ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ബ്രോക്കറേജ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ടാണ് ഇൻഫോസിസ്. അതെങ്ങനെ സ്പാൻ ഔട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നലെ എന്നല്ല, എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയായി നമ്മൾ ഈ ഓപ്പണിംഗ് ഹവേഴ്സിൽ ഇന്നലെ 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നത് അല്ലേ നമ്മൾ പറഞ്ഞത് US മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഫിലിപ്പ് മോറിസിന്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. എനിക്ക് മിനിഞ്ഞാന്ന് കണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫിലിപ്പ് മോറിസിന്റെ റിസൾട്ട് വന്നു. ആ ഫിലിപ്പ് മോറിസിന്റെ റിസൾട്ട് ഞാൻ ഇവിടെ പറയാൻ കാര്യം വെച്ചാൽ ഫിലിപ്പ് മോറിസിന്റെ റിസൾട്ട് വളരെ എൻകറേജിങ് ആയിട്ടൊന്നുമല്ല. ഈ ഫിലിപ്പ് മോറിസ് എന്തുകൊണ്ട് ഞാൻ എടുത്തു പറയണമെന്ന് വെച്ചാൽ, ഈ ഫിലിപ്പ് മോറിസ് ഒരു ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനിയിലെ ഒരു മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡറാണ്. 21% മുതൽ 25% വരെ ഫിലിപ്പ് മോറിസ് ഡയറക്റ്റ് ആയിട്ടും പല സബ്സിഡറിയും കൂടെ ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഇന്ത്യൻ കമ്പനിയുടെ പേരാണ് ഗോഡ്ഫ്രേ ഫിലിപ്സ്. ഈ ഗോഡ്ഫ്രേ ഫിലിപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 51% ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ KK മോഡി ഗ്രൂപ്പാണ്. ഇവർക്ക് ഏതാണ്ട് 21-25% ഈ മൾട്ടിനാഷണൽ കമ്പനിയായ ഫിലിപ്പ് മോറിസിനുള്ളൂ. നമുക്കത് വളരെ പോപ്പുലറാണ്, ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ ഗോഡ്ഫ്രേ ഫിലിപ്സ് ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സിഗരറ്റ് ആണ് അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ്. അതിൽ സിഗരറ്റിന്റെ അവരുടെ മെയിൻ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഫോർസ്ക്വയർ, റെഡ് ആൻഡ് വൈറ്റ്, കാവൻഡേഴ്സ്, ടിപ്പ് എന്ന് പറയുന്ന കുറേ ഡൊമസ്റ്റിക് ബ്രാൻഡ്സിന് അവർക്ക് കൂടാതെ തന്നെ മാൽബറോ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഗോഡ്ഫ്രേ ഫിലിപ്സ്. അത് ലൈസൻസ് ആരുടെയാണ്? ലൈസൻസ് ഫിലിപ്പ് മോറിസിൻ്റെയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഫിലിപ്പ് മോറിസ് 21% മുതൽ 25% വരെ ഗോഡ്ഫ്രേ ഫിലിപ്സിൽ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സിഗരറ്റ് മെയിൻ ലൈൻ ഓഫ് ബിസിനസ് ആണെങ്കിലും അവർക്ക് വേറെ 2 ഡിവിഷനും കൂടെ ഉണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടീ, അവർക്കൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ടീ ഉണ്ട്. പിന്നെ പാൻ മസാലയുടെ ബിസിനസ് ഉണ്ട്. ഇത് കൂടാതെ 24/7 എന്ന് പറഞ്ഞ കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അതായത് 24 മണിക്കൂറും 7 ദിവസവും ഓപ്പൺ ചെയ്ത് വയ്ക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അല്ലെങ്കിൽ കൺവീനിയൻസ് സ്റ്റോർ. കൂടുതലും ഡൽഹി NCR റീജിയനിലാണ് അവരുടെ സ്റ്റോഴ്സ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആൻസിലറി ബിസിനസ്. ബട്ട് സിഗരറ്റ്സ് കണ്ടിന്യൂസ് ടു ബി ദ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഞാനത് എടുത്തു പറയാനുള്ള കാര്യം, അതിൻ്റെ റിസൾട്ട് മോശമായതുകൊണ്ടോ അവർ ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയാൻ കാര്യം വെച്ചാൽ 2 ദിവസമായിട്ട് ആ സ്റ്റോക്കിൽ എസ്പെഷ്യലി ഇന്ത്യൻ ലിസ്റ്റഡ് ഗോഡ്ഫ്രേ ഫിലിപ്സിൽ ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള ഒരു വോളിയം ഇൻക്രീസ് കാണുന്നുണ്ട്. ഡെലിവറി വോളിയൂമും നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിപ്പ് മോറിസിൻ്റെ റിസൾട്ട് മോശമായെന്ന് പറഞ്ഞല്ലോ, ആ ഫിലിപ്പ് മോറിസിൻ്റെ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേൾക്കാനിടയെ ഞാൻ വളരെ രീതിയിൽ വാച്ച് ചെയ്യും. പ്രത്യേകിച്ച് ഇന്ത്യ കമ്പനി അവർക്ക് ഒരു ഇന്ത്യയിൽ സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം മാൽബറോ. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസിൽ ഗോഡ്ഫ്രേ ഫിലിപ്സിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അവർ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ പോലെ ഒരു വോളിയം ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു ഡെലിവറി വോളിയം ബിൽഡപ്പ് ഈ സ്റ്റോക്കിൽ കാണപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ ജെക്കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ JTEKT ഇന്ത്യ എന്നുള്ള ആ കമ്പനി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊന്ന് നോക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു റെക്കമെൻഡേഷൻ ഒന്നും അല്ല. കാരണം വെച്ചാൽ ഇതിന്റെ പ്രൊമോട്ടർ ജാപ്പനീസാണ്. ഇന്ന് പൊതുവെ ജാപ്പനീസ് സ്റ്റോക്സിനും ജാപ്പനീസ് മാർക്കറ്റ്സിനും ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു ദിവസമാണ് ഈ ട്രേഡ് ഡീൽ. കാരണം അപ്പോൾ ഇന്ത്യയിൽ ആ സ്റ്റോക്ക് എങ്ങനെ പെരുമാറും എന്നുള്ളത് ഞാനൊന്ന് വാച്ച് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ നമുക്ക് പറയാനുള്ളത് കുറച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഇതേപോലെ തന്നെ
നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിലേ ഓക്കെ നമ്മൾ കുറച്ച് നാൾ മുമ്പേ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് ബോംബെ ഡൈയിങ് സ്റ്റോക്ക് നമ്മൾ അവതരിപ്പിച്ചു. യെസ് ഈ ബോംബെ ഡൈയിങ് സ്റ്റോക്ക് നമുക്കറിയാം, ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഈ പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാഡിയ ഫാമിലിയാണ്. ഈ വാഡിയ ഫാമിലിയെ കുറിച്ച് വളരെ വലിയ അഭിപ്രായമൊന്നും എനിക്ക് വ്യക്തിപരമായിട്ടില്ല, മാർക്കറ്റിനും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര വലിയ അപ്രൈറ്റ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ഒന്നും അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ വാഡിയ എന്ന് പറയുന്നത് ഫാദർ, അതായത് അച്ഛൻ്റെ പേര് നസ്ലി വാഡിയ എന്നാണ്. ഏതാണ്ട് ഒക്ടോബർ ഏതാണ്ട് 80+ ഇയേഴ്സായി അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. അതിന് മൂത്ത ആള് ഞാൻ ഈ പറഞ്ഞ പോലെ നെസ്വാഡിയാണ്. നെസ്വാഡിയ നമുക്ക് കൂടുതലും അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഞ്ചാബ് 11 കിങ്സ് 11 പഞ്ചാബ് IPL ടീമിൻ്റെ ഒരു കോ ഓണറാണ് അദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ നെസ് കൂടാതെ യങ്കർ ബ്രദർ ഉണ്ട് ജെ വാഡിയ. ജെ വാഡിയ എന്നത് JEH ആണ് ആ സ്പെല്ലിംഗ് വരുന്നത്. ഇപ്പോൾ ജെ വാഡിയ ഏതാണ്ട് 52 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം കാര്യം ഇവർക്ക് 4 ലിസ്റ്റഡ് കമ്പനിയിൽ സ്റ്റേക്ക് ഉണ്ട്. 4 ലിസ്റ്റഡ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സാണ് ഈ വാഡിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ അറിയായിരിക്കാം, അതായത് ബ്രിട്ടാനിയ, ബോംബെ ഡൈ, നാഷണൽ പെറോക്സൈഡ്, ബോംബെ ട്രേഡിംഗ് കമ്പനി, ഈ 4 ലിസ്റ്റഡ് കമ്പനീസിന്റെ പ്രൊമോട്ടേഴ്സാണ് വാഡിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൂടാതെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു, അതിപ്പോൾ നല്ലൊരു ഫിനാൻഷ്യൽ ഹെൽത്തിലല്ല. അത് ഒന്നറിയാം, നമുക്ക് ഗോ എയർ എന്ന് പറയുന്ന എയർലൈൻസ് വാഡിയ ഗ്രൂപ്പിന്റെ ആയിരുന്നു. അതുകൂടാതെ കിങ്സ് 11 പഞ്ചാബിലൊക്കെ ഇവർക്ക് സ്റ്റേക്ക് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഈ 4 ലിസ്റ്റഡ് കമ്പനീസിൽ ബോംബെ ഡൈയിങ്ങിന്റെ ബിസിനസ് ഹെഡ് ചെയ്യാൻ ജെ വാഡിയ റെഡിയായി വരുന്നു എന്നുള്ളത്. അതായത് ഒരു സക്സഷൻ അതിനകത്തേക്ക് നടക്കുന്നു എന്നുള്ള. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും വലിയ അപ്രൈറ്റ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സും അല്ല. എങ്കിൽ കൂടി തന്നെ ഈ ബോംബെ ഡൈയിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ടത്തെ കാലങ്ങളിൽ, അതായത് ഇന്ത്യയുടെ തുടക്ക കാലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാലോ, ബോംബെ ഡൈയിങ് അല്ലെങ്കിൽ ഇന്ത്യൻ റയോൺ, അതായത് ഇപ്പം നമ്മൾ ആദിത്യ ബിർള എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ റയോൺ, റിലയൻസിൻ്റെ വിമൽ, ഇവരൊക്കെ ആയിരുന്നു ടോപ്പ് മോസ്റ്റ് കമ്പനി. അതായത് ഒരു കാലത്ത് നമ്മൾ ഇന്ന് റിലയൻസ്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ അല്ലെങ്കിൽ TCS എന്നൊക്കെ പറയും പോലെ അന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റൂൾ ചെയ്തിരുന്നത് ടെക്സ്റ്റൈൽ ബിസിനസ്സുകളായിരുന്നു. അന്ന് മില്ലുകളൊക്കെ ഇവർക്ക് ബോംബെ സിറ്റിയിലുണ്ടായിരുന്നു. സിറ്റി ഡെവലപ്പ് ചെയ്തതും ഈ മില്ലിനൊക്കെ ഏക്കർ കിടക്കുന്ന സ്ഥലമുണ്ട്. ഇതെല്ലാം സിറ്റിക്ക് അകത്തായി. ഇതൊക്കെ ഭയങ്കര വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയായി മാറി. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ കമ്പനികളൊക്കെ എന്ത് ചെയ്തു, ഈ ടെക്സ്റ്റൈൽ നടത്തുന്നതിനേക്കാട്ടും ലാഭം ഇത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. കാര്യം ടെക്സ്റ്റൈൽ കാലക്രമേണ ഇന്ത്യയുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും മറ്റുള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ലൂസ് ചെയ്തു എന്ന് വേണം പറയാൻ. ബംഗ്ലാദേശ്, വിയറ്റ്നാം, ചൈന, ഒരു പരിധിവരെ പാകിസ്ഥാനായിട്ടും നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ സ്ഥിതിക്ക് അവരെല്ലാം അത് കൺവേർട്ട് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഒരു പതിവുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബോംബെ ഡൈയിങ്ങിന് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ജെ വാഡിയ ഇതിൻ്റെ ഹെഡായി വരുന്നതോടുകൂടി അദ്ദേഹം, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എക്കണോമിക് ടൈംസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് ഓൾ ഓഫ് എ സഡൻ നടന്ന കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് തോന്നുന്നു കമ്പനി ഓർ ജെ വാഡിയ ഹാസ് സ്റ്റാർട്ടഡ് എ PR എക്സസൈസ്. ആ PR എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് അത് ശരിക്കും എക്കണോമിക് ടൈംസിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പത്രങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഇനി വീണ്ടും ഇൻ്റർവ്യൂ വരുമോ എന്നറിയില്ല. ബട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുന്നത്, അദ്ദേഹം ശ്രദ്ധിച്ച് പറയുന്നുണ്ട്, അതായത് ഇതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, ന്യൂ എമർജിങ് ബിസിനസ്സിലേക്ക് കടക്കുന്നു. ഷെയർ ഹോൾഡർ വെൽത്ത് ക്രിയേഷന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയും നാൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തേക്ക് ഒരു കാര്യം വരുമ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ ഉറ്റുനോക്കുന്നു. ബോംബെ ഡൈയിങ് സ്റ്റോക്ക് സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ബോംബെ ഡൈയിങ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈവ് കമന്റിൽ മിസ്റ്റർ അമൽ CV ബോംബെ ഡൈയിങ് 8% ഇന്ന് അപ്പാണ്, സാറിന് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാനിത് എഴുതി വെച്ചത് നേരത്തെയാണ്. രാവിലെ എക്കണോമിക് ടൈംസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു കളി നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ഇത്രയും കാലം മാർക്കറ്റിൽ ഇൻവോൾവ് ആയപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ശരിയാവണമെന്നില്ല. പലതും തെറ്റാനുള്ള ചാൻസസ് ആണ് വളരെ ഹൈ. ബട്ട് എനിക്ക് തോന്നി ഇന്ന് ബോംബെ ഡൈയിങ്ങിൽ പ്രത്യേകിച്ച് ന്യൂസ് ഒന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ അതിനകത്തൊരു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നിയത്. എനിവേ അത് മാറ്റി വയ്ക്കാം. പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം 197 കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാര്യം ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി, അതായത് നമ്മൾ പേടിഎം കരോ എന്ന് പറയാം, അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് പോപ്പുലർ ആക്കിയുള്ള ഒരു കമ്പനിയാണ് പേടിഎം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പേടിഎം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി അത് ബ്ലാക്കിലായി, അതായത് പ്രോഫിറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ ഇയർ ഉണ്ടല്ലോ, അതായത് FY 25-26 ക്വാർട്ടർ ടു എന്ന് പറയുമ്പോൾ ആ ക്വാർട്ടർ 2 ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് കാണിച്ചതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷണൽ പ്രോഫിറ്റ് ആയിരുന്നില്ല. അത് കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു ടിക്കറ്റിംഗ് ബിസിനസ് ഉണ്ടായിരുന്നു. ടിക്കറ്റിംഗ് ബിസിനസ് നമ്മുടെ ബുക്ക് മൈ ഷോയുടെ ബിസിനസ് ഇല്ലേ, അതുപോലെയുള്ളൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അത് അവർ സൊമാറ്റോയ്ക്ക് വിറ്റു. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് ഡിസ്ട്രിക്റ്റ് എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അത് വിറ്റത് കാരണം കിട്ടിയ പ്രോഫിറ്റ് കാരണം, ആ എക്സെപ്ഷണൽ ഐറ്റംസ് കാരണമായിരുന്നു
കഴിഞ്ഞ ഇയറിൽ സെക്കൻഡ് ക്വാർട്ടറിൽ പ്രോഫിറ്റ് അപ്പായിട്ട് കണ്ടത്. ബട്ട് ഇപ്രാവശ്യം അങ്ങനെയല്ല, ഓപ്പറേഷണലി അവർ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി അവർ പ്രോഫിറ്റ് ആയിരിക്കണു എന്നുള്ളതാണ്. 839 കോടിയുടെ നഷ്ടത്തിൽ നിന്നും 123 കോടിയുടെ ലാഭത്തിലേക്ക്. അബ്സല്യൂട്ട്ലി. ഈ പറഞ്ഞ പോലെ റവന്യൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റവന്യൂ ഫ്ലാറ്റ് ആണ് എന്നുള്ളത്. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രോഫിറ്റ് ആവാനുള്ള കാര്യം അവർ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ, അതായത് സീക്വൻഷ്യലി ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതാണ്ട് -9% ആണെന്നുള്ള -9% ആയി കുറഞ്ഞിരിക്കുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് -19% ആയിട്ട് കുറച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെൻസ് കുറഞ്ഞു. അതുപോലെ ഈ സ്റ്റാർട്ടപ്പ് പോലെയുള്ള കമ്പനി, ഇതേപോലെ ഒരു ഫിൻടെക് കമ്പനീസിനൊക്കെ ESOPs വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ESOPയുടെ കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാർട്ടറിൽ ഭയങ്കരമായിട്ട് ഏതാണ്ട് 80% ഇടിഞ്ഞ് ഏതാണ്ട് 30 കോടിയോളം മാത്രമായി. അപ്പോൾ ഈ കാരണത്താലൊക്കെ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞത് കാരണം പ്രോഫിറ്റ്സ് ബ്ലാക്കിലേക്ക് വന്നു. അതായത് പ്രോഫിറ്റബിൾ ആയി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ജാസ്മിൻ പറഞ്ഞ പോലെ 123 crores പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, IPO പ്രൈസ് എത്രയായിരുന്നെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നവംബർ 2021 Paytm വന്നത്. അതായത് 2150 രൂപ. 2150 രൂപയാണ് IPO പ്രൈസ് വന്നത്. മെയ് 2024 കഴിഞ്ഞ കൊല്ലം 2024 2000 രൂപയിൽ നിന്ന് എത്ര രൂപയ്ക്ക് താഴെ വന്നെന്നറിയോ? 350 രൂപയിലേക്ക്. ആ 350 രൂപ, അതായത് ഈ എനിക്ക് തോന്നുന്നു ഈ IPO വരുന്ന 2150 രൂപ എന്ന് പറഞ്ഞല്ലോ IPO പ്രൈസ്, അന്ന് 1 lakh crore മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് പോയിരുന്നു എന്നുള്ള. പിന്നെ അവിടുന്ന് കഴിഞ്ഞ കൊല്ലം 2024 മെയിൽ 350 രൂപയായിട്ട് താഴുകയും അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് പെർഫോം ചെയ്ത് ഇന്നലെ ക്ലോസിംഗ് 1050 രൂപയായിരുന്നു. ഇപ്പോൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. 1.5% ഇടിവാണ്. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്. പ്രോഫിറ്റ് ടേക്കിംഗ് ഏതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് അങ്ങനെയാണെങ്കിൽ 90,000 crores ആയിരിക്കണം മാർക്കറ്റ് ക്യാപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ ഒരു ഓബ്രോയ് റിയാലിറ്റി, ആ സ്റ്റോക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, എസ്പെഷ്യലി ബോംബെയിലാണ്. ആ ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയുടെ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ഡീൽ ഇന്ന് നടക്കുന്നുണ്ട്. അതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ 3% ഇക്വിറ്റി സെല് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഡീൽ സൈസ് 1985 കോടിക്കാണ് ഡീൽ സൈസ് എന്നുള്ളത്. ഫ്ലോർ പ്രൈസ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് 1753 പെർ ഷെയർ, 1753 രൂപ പെർ ഷെയർ എന്നുള്ളതാണ്. അതേപോലെ വേറൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, അത് വീണ്ടും ബോംബെ ബേസ്ഡ് ആണ്, ലോധ ഡെവലപ്പേഴ്സ്. ലോധ ഡെവലപ്പേഴ്സ് ഏതാണ്ട് അതിനകത്തൊരു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ സെല് ചെയ്യുന്നു. 1% ഓഫ് ഇക്വിറ്റി മാത്രമേ സെല് ചെയ്യുന്നുള്ളൂ. ഡീലിൻ്റെ സൈസ് 1420 കോടിയാണ്. ബട്ട് പെർ ഷെയർ വില 1384 എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഞാനൊന്ന് വെറുതെ ഗ്ലാൻസ് ചെയ്ത് നോക്കിയപ്പോഴേ ഈ പെന്നാർ ഇൻഡസ്ട്രീസ് എന്നൊരു കമ്പനിയുണ്ട്. ഈ പെന്നാർ ഇൻഡസ്ട്രീസ് ഈസ് ഫേമസ് ഫോർ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ്സ്. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഫാക്ടറിയൊക്കെ പ്രീ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടാണ് ഇത് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ള. അപ്പോൾ അവർക്ക് കുറേ ആൻസിലറി ബിസിനസ് ഉണ്ടെങ്കിലും അവരുടെ മെയിൻ ലൈൻ ഓഫ് റവന്യൂ ഈ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് എന്നുള്ള അതിൻ്റെ ട്രേഡ് സെറ്റപ്പ് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. എങ്ങനെ വരുന്നൊന്നും എനിക്ക് പിടിയില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ ക്ലോസിംഗ് ബേസിസിൽ ഞാൻ വെറുതെ നോക്കിയപ്പോൾ 252 രൂപ പെർ ഷെയർ ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് തുടങ്ങിയപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ പെന്നാർ ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് കാണിക്കുന്നുണ്ട്. എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയാമെന്നുള്ള. പിന്നെ ഡെക്സൺ ടെക്നോളജി ആസ് യു നോ ശരിക്കും പറഞ്ഞാൽ ഗുഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റവന്യൂ ഏതാണ്ട് 95% അപ്പാണെന്നുള്ളതാണ്. പാറ്റ് ഏതാണ്ട് 68% അപ്പാണെന്നുള്ളത്. അതായത് അതിൻ്റെ പ്രീമിയം വാല്യുവേഷന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഒരു റിസൾട്ട് കൊണ്ടുവന്നേക്കണേ. അതായത് ഒരു കമ്പനി പ്രീമിയം വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിൻ്റെ റിസൾട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. നമ്മൾ പറയില്ലേ, നമ്മളൊരു ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ടുള്ള കുട്ടിയെ ഹൈ റേറ്റ് ചെയ്ത് ക്ലാസ് ലീഡർ ആക്കുകയും എല്ലാത്തിലും മിടുക്കൻ അവനാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് അവൻ ജസ്റ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൻ്റെ മാർക്കിലും പെരുമാറ്റത്തിലും അത് കാണണം എന്നുള്ള. അതേപോലെ ഡിക്സൺ ഒരു പരിധി വരെ കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെ ആ റിസൾട്ട്സ് അവരുടെ പ്രീമിയം വാല്യുവേഷനെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരുടെ മൊബൈൽ സെഗ്മെൻറ്റ് ഗ്രോത്ത് നല്ല സ്റ്റുപ്പൻഡസ് ഗ്രോത്താണ് അവർ കാണിക്കുന്നത്. അത് മാത്രമല്ല അവരുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ തന്നെ അവരുടെ മാർജിൻ കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണക്കാരൻ അതിൻ്റെ മാർജിൻ നോക്കുകയാണെങ്കിൽ മാർജിൻ എനിക്ക് തോന്നുന്നു 8.6% നിന്ന് 7.5% ആയിട്ട് കുറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ബിസിനസിൻ്റെ ഇൻഎഫിഷ്യൻസി അല്ല, അവർ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ള. അപ്പോൾ അവർ ഈ ക്വാർട്ടറിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോ മാർജിൻ ബിസിനസ്സിലാണ്. അതായത് ഹൈ മാർജിൻ ബിസിനസ്സിലല്ല, ലോ മാർജിൻ ബിസിനസ്സിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിസൾട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം. അതായത് റവന്യൂ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ മൊബൈൽ സെഗ്മെൻറ്റ് ആൻഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസിൽ ഏതാണ്ട് 79% ആയിരുന്നു കഴിഞ്ഞ കൊല്ലം റവന്യൂ കിട്ടി. 79% റവന്യൂ ഈ സെഗ്മെൻറ്റിൽ നിന്നായിരുന്നു. ഇത് ഏതാണ്ട് 91% ആയിട്ട് ഉയർന്നു എന്നുള്ള.
അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ കൊണ്ട് തന്നെയാണ് ഈ മാർജിൻ ഒന്ന് ഇടിഞ്ഞത്. കാര്യം ഈ മൊബൈൽ മാനുഫാക്ചറിംഗ് മാർജിൻ വളരെ വേഫർ തിൻ മാർജിനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ മാർജിൻ കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അവർ കൂടുതലായിട്ടും മൊബൈൽ മാനുഫാക്ചറിംഗും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗിലും കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ള. എന്നാൽ ഏത് ഡിവിഷനിലാണ് ഹൈ മാർജിൻ കിട്ടിയത്, അവിടെ റവന്യൂ അവർ ഭയങ്കരമായിട്ട് കുറച്ചു എന്നുള്ള. അത് ബേസിക്കലി നമ്മൾ ഈ ലൈറ്റിംഗ് ബിസിനസ് അല്ലെങ്കിൽ ഈ ഹോം അപ്ലയൻസസ്, ഈ കൺസ്യൂമർ ഡിവൈസസ് അപ്ലയൻസസ്, അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ റവന്യൂ കുറച്ചത് കാരണമാണ് ആ മാർജിനിൽ ഒരു ടിൽട്ട് വന്നേക്കുന്നത്. ഓവറോൾ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റ്സ് എന്നുള്ളത് പറഞ്ഞു വെക്കണമെന്നുള്ള. പിന്നെ യുണൈറ്റഡ് ബ്രിവറീസ് അറിയാലോ, ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാം, ആൽക്കഹോളിക് കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് ബ്രിവറീസ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കിങ് ഫിഷർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഈ കമ്പനി ഓൺ ചെയ്യുന്നത് ഡച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഹൈനിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹോം ഗ്രോണോ ആയിട്ടുള്ള കിങ് ഫിഷർ ബ്രാൻഡ്, രണ്ടാമത് ഹൈനിക്കൻ്റേതായിട്ടുള്ള ബ്രാൻഡ് ഹൈനിക്കൻ തന്നെയുണ്ട്, മൂന്നാമത് ആംസ്റ്റൽ ബിയേഴ്സും ഉണ്ടെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഭയങ്കര എൻകറേജിങ് ഒന്നും അല്ലെങ്കിലും മാർക്കറ്റ് അതിന് എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ടേ കാണുള്ളൂ. കാര്യം ഭയങ്കരമായിട്ട് വോളിയം ഗ്രോത്ത്. ഈ വോളിയം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവരെ ടോട്ടൽ ബിയർ സെഗ്മെന്റിൽ പ്രീമിയം ബിയർ സെഗ്മെന്റ് ഭയങ്കര രീതിയിൽ വോളിയം ഗ്രോത്ത് വന്നത് തീർച്ചയായിട്ടും മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ JSW ഇൻഫ്ര ഇന്നലെ റിസൾട്ട് വന്നിരുന്നു. ബേസിക്കലി JSW ഇൻഫ്ര എന്ന് പറയുന്നത് പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. അതായത് അഡാനി കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ഓപ്പറേറ്ററാണ് JSW ഇൻഫ്ര. അപ്പോൾ പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ആണ് അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ്. ഇവർ 10 മേജർ പോർട്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഭേദപ്പെട്ട റിസൾട്ടായിരുന്നു. അതുമാത്രമല്ല, അതിനേക്കാളും ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് അവരുടെ മാനേജ്മെൻറ്റ് ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. അത് വളരെ നന്നായിരുന്നു എന്നുള്ള. പിന്നെ നമ്മുടെ സ്പോട്ട്ലൈറ്റിൽ തന്നെ നമ്മൾ സ്ഥിരം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് സീ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. സീ എൻ്റർടൈൻമെൻറ്റ് റവന്യൂ ഏതാണ്ട് 14% ഡൗൺ ആണ്, എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 21% അപ്പായിട്ടുണ്ട്. ഇത് ഇയർ ഓൺ ഇയർ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസ് കുറഞ്ഞത് കാരണമാണ് ഇവർക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. പിന്നെ ജാസ്മിൻ ഒരു കാര്യം അറിയാലോ, ഇതൊരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സ്റ്റോക്കാണ്. കാര്യം എന്ന് വെച്ചാൽ പ്രൊമോട്ടർ ഇതിനകത്ത് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിബഞ്ചേഴ്സിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു, അത് ഷെയർ ഹോൾഡേഴ്സ് അപ്പാടെ റിജക്റ്റ് ചെയ്തു. സാധാരണ ഈ പുനീത് ഗോയങ്ക അത്ര വലിയ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രൊമോട്ടറൊന്നുമല്ല. ഇതിന് രണ്ട് വശമുണ്ട്. ചിലപ്പോൾ ഇത് പറയുന്നത് നന്നായിട്ട് മുന്നോട്ട് പോവാം, അത് ഒരു വശം. മറ്റേതും കൂടെ പറഞ്ഞു വയ്ക്കുക എന്നുള്ള. സാധാരണ ഇങ്ങനത്തെ പ്രൊമോട്ടേഴ്സൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ, ചിലപ്പോൾ ഇതൊക്കെ സ്ട്രേ ചാൻസസ് ആണ് കേട്ടോ, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണമെന്നേ ഉള്ളൂ. ഇവർക്ക് വീണ്ടും ഈ സ്റ്റോക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതായത് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് നന്നാക്കി കൊണ്ടുവരാമെന്നുള്ള ധൈര്യവും ഉറപ്പും വിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്താലേ ഗുണമുള്ളൂ. അതായത് ഇപ്പോൾ 5% താഴെ കണ്ട് അവർക്ക് സ്റ്റേക്ക് ഉള്ളൂ. ആ സ്റ്റേക്ക് ഇൻക്രീസ് 18% ആക്കുമായിരുന്നു. അതാണ് ഷെയർ ഹോൾഡേഴ്സ് റിജക്ട് ചെയ്തത്. അപ്പോൾ ഇത് അദ്ദേഹം വിചാരിക്കുകയാണ്, എനിക്ക് ഈ കമ്പനി നന്നാക്കിയോണ്ട് എന്താ ഗുണം, 5% താഴെയല്ലേ ഉള്ളൂ, ഞാൻ എൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തതിന് ശേഷം നന്നാക്കാം. എന്തായാലും ഷെയർ ഹോൾഡേഴ്സ് സംസാരിച്ചില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇനി ഷെയർ താഴോട്ട് വരുമ്പോൾ മേടിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഇതേപോലെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിസൾട്ട്സ് മോശമാക്കി കൊണ്ടുവരും. അപ്പോൾ സ്റ്റോക്ക് താഴോട്ട് വരും. അപ്പോൾ ഇദ്ദേഹം സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് പബ്ലിക്കായിട്ട് ഇദ്ദേഹത്തിന് മേടിച്ച് കൂട്ടിയതിന് ശേഷം കമ്പനി നന്നാക്കാം. ഇത് നടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നടന്നിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ രണ്ട് വശവും പറഞ്ഞു വയ്ക്കും. ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കില്ല, സ്റ്റോക്ക് നന്നായിട്ട് തന്നെ പോകും, പുനീത് ഗോയങ്ക നന്നായിട്ട് തന്നെ നടക്കും. അത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സ്റ്റോക്കും പെർഫോം ചെയ്ത് ബിസിനസ്സും പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. മൈനസ് പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു എന്നേ ഉള്ളൂ. കാര്യം നമ്മൾ എപ്പോഴും ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ ഈ രണ്ട് വശവും കൂടെ പറഞ്ഞു വയ്ക്കുന്നത് സർവ്വസാധാരണമാണ് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ ഇന്ത്യയായിട്ടുള്ള ട്രേഡ് ഡീൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കണേ എന്നുള്ളത്. ഇന്ത്യ ഈസ് ഫൈറ്റിംഗ് റിയലി ഹാർഡ്. അപ്പോൾ ഈ പറയുന്ന പോലെ August 1 ശേഷമായിരിക്കും നമ്മുടെ കാര്യം. ഏതായാലും അത് നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും കൂടെ ചെയ്യുന്നു. ജാസ്മിൻ. സെതലം സർ, നമുക്ക് ഇനി ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ് കൂടിയുണ്ട്. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ് നിഖിൽ, ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് നിലവിലത്തെ കണ്ടീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ബയസ് ആണ് കാണുന്നത്. 25,115 എന്നുള്ളൊരു നിലവാരത്തിൽ 54 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി 50യിൽ കാണുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഒരു പോസിറ്റിവിറ്റി നിഫ്റ്റി 50യിൽ ഉണ്ടായിരുന്നു. അഗൈൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എങ്ങനെയാണ് ഈ മിനിറ്റിൽ? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 50 എടുത്തു പറയുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം, അതായത് ഏകദേശം ഒരു 55 ബേസിസ് പോയിന്റുകളുടെ ഒരു നേട്ടം നിലയിൽ ഇപ്പോൾ നിഫ്റ്റി 50 ഇപ്പോൾ രേഖപ്പെടുന്നു. 25,116 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി 50 ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നിലവിൽ പരിശോധിക്കുമ്പോൾ 31 ഓഹരികൾക്ക് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് നേട്ടത്തിലെത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു.
പ്രഖ്യാപിച്ചിരിക്കുന്നു. 18 ഓഹരികളാണ് ഇപ്പോൾ ഒരു ഇടിവ് നിഫ്റ്റി 50യിൽ നിന്ന് രേഖപ്പെടുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. 56,774 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുമ്പോൾ 7 കമ്പനികൾ അഡ്വാൻസ്ഡായി. നിലവിൽ 5 കമ്പനികൾ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി 50ലെ തന്നെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഓട്ടോ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 2.5% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കുമ്പോൾ മാരുതി സുസുക്കിയുടെ ഓഹരികൾ 1.5% മുകളിലുള്ള വളരെ ശക്തമായൊരു ട്രേഡിംഗും നിലവിൽ കാഴ്ചവെക്കുന്നു. കൂടാതെ അഡാനി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം അഡാനി പോർട്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിലുള്ള ഒരു ട്രേഡിംഗ് തന്നെ ഉണ്ടാകുന്നു. ഇതിൽ തന്നെ അഡാനി എൻ്റർപ്രൈസസ് ഏകദേശം 0.25% മുകളിൽ ഏകദേശം 1% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ അഡാനി പോർട്സിൻ്റെ ഓഹരികൾക്കും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടാകുന്നു. ഇന്നലത്തെ ഒരു മികച്ച പെർഫോമൻസിൻ്റെ നേട്ടം നിലവിലും ഏകദേശം തുടരുന്നു. അവർ വളർച്ചയുടെ തോത് ആ ഒരു നിരക്കിലില്ലെങ്കിലും ഏകദേശം ഒരു 0.5% നേട്ടം ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറ്റേണൽ ഓഹരിക്കും സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. നിലവിൽ നിഫ്റ്റി 50യിലെ ഒരു ഇടിവ് നേരിടുന്ന ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% മുകളിലൊരു ഇടിവുണ്ടാകുന്നു. ടെക് മഹീന്ദ്ര 0.5% മുകളിലും ഭാരത് ഇലക്ട്രോണിക്സിൻ്റെയും മറ്റും ഓഹരികൾ 0.25% ഇടിവും രേഖപ്പെടുമ്പോൾ ടൈറ്റൻ്റെ ഓഹരികളാണെങ്കിലും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരികൾ പരിശോധിക്കുമ്പോഴും ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവും നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ടൈറ്റൻ കമ്പനിയുടെ ഓഹരിയും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്നലെയും മറ്റുമൊക്കെ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്ക് കടന്നിരിക്കാം. അതായിരിക്കാം മേ ബി ടൈറ്റനിൽ ഈ ഒരു 0.5% ഒരു കറക്ഷൻ നടക്കാനുള്ള ഒരു കാരണം എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു നിരക്കിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. 56,749 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെ പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കും ആക്സിസ് ബാങ്കും ഒരു മാർജിനലായിരിക്കുന്ന ഒരു നേട്ടം കാഴ്ചവെക്കുന്നത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബാങ്കിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കാര്യമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ഇന്നലത്തെ ഒരു ഇടിവിൽ നിന്ന് ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ടിരുന്ന ഒരു ഇടിവിൽ നിന്ന് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഓഹരിയും നിലവിൽ ഇപ്പോൾ നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. HDFC ബാങ്ക്, അതായത് ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഓഹരിയിലും വളരെ മാർജിനലായിരിക്കുന്ന ഒരു നേട്ടം നിലവിലുണ്ടാകുന്നു. എങ്കിൽ കൂടി മറ്റ് കമ്പനികൾ പരിശോധിക്കുമ്പോൾ കാനറ ബാങ്കിൻ്റെയും ഓഹരികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.25% ഒരു ഇടിവ് കാനറ ബാങ്ക് ഓഹരികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1%-ഓളമുള്ളൊരു ഇടിവ് നിലവിൽ കാഴ്ചവെക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഓഹരി നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അടുത്തതായിട്ട് സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ സെക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നിഫ്റ്റി ഓട്ടോയും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം 1%-ഓളം, അതായത് നിഫ്റ്റി 50 കമ്പനികളിൽ ഉണ്ടായിരുന്ന ഒരു നേട്ടം തന്നെ നിഫ്റ്റി 50 ടോപ്പ് പെർഫോമർ ആയിരുന്നത് ഓട്ടോ കമ്പനികളാണ്. അതൊരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിഫ്റ്റി ഓട്ടോ സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. മറ്റ് സൂചികൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ സൂചികയും മറ്റുമൊക്കെ ഏകദേശം ഒരു 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോഴും നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2.25% ഒരു ഇടിവ് നിഫ്റ്റി റിയൽറ്റി സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. അടുത്തതായിട്ട് ഇപ്പോൾ മികച്ച മൊമെൻറ്റം കാണുന്ന നിഫ്റ്റി ഓട്ടോ സൂചിക നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,108 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം മാരുതി സുസുക്കിയുടെ ഓഹരികളുടെ ഭാഗത്ത് നിന്നാണ്. മാരുതി സുസുക്കി പരിശോധിക്കുമ്പോൾ 1.5% ഒരു നേട്ടം ടാറ്റ മോട്ടോഴ്സിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 2.25% മുകളിലുള്ളൊരു നേട്ടം ടാറ്റ മോട്ടോഴ്സ് ഓഹരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ മഹീന്ദ്ര 1% മുകളിലുള്ളൊരു നേട്ടവും ബജാജ് ഓട്ടോ ഓഹരികളിലും 1% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്നു. എക്സൈഡ് ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിലും അപ്പോളോ ടയർസ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ 0.5%-ഓളം അല്ലെങ്കിൽ 0.5% മുകളിലുമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് ഇപ്പോൾ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നു. നിഫ്റ്റി ഓട്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മികച്ച മൊമെൻറ്റം നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി മെറ്റൽ സൂചികയാണ്. ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ നിഫ്റ്റി മെറ്റൽ സൂചിക കാഴ്ചവെക്കുന്നു. 9,550 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മെറ്റൽ സൂചികയിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് നിലവിൽ കടക്കുമ്പോൾ അഡാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരികളിലേക്ക് ഏകദേശം 0.25%-ഓളമുള്ളൊരു നേട്ടം, ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായൊരു പെർഫോമൻസ് ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടം ഹിന്ദുസ്ഥാൻ സിങ്ക് രേഖപ്പെടുന്നു. വേദാന്ത ഓഹരികൾ 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ജിൻഡാൽ സ്റ്റെയിൻലെസ് അടക്കമുള്ള ഓഹരികൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. 1% മുകളിലുള്ളൊരു ഇടിവിലേക്ക് ജിൻഡാൽ സ്റ്റെയിൻലെസിൻ്റെയും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും മറ്റും ഓഹരികൾ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്.
അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി റിയൽറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 2.25% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 968 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റിയിൽ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ എല്ലാ ഓഹരികളിലും ഒരു ഇടിവാണ് നിലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത് ലോധ ഡെവലപ്പേഴ്സിനാണ്. ഏകദേശം 5.5% മുകളിലുള്ളൊരു ഇടിവ് നിലയിൽ ഇപ്പോൾ ലോധ ഡെവലപ്പേഴ്സിൻ്റെ ഓഹരികളിൽ നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ലോധ ഡെവലപ്പേഴ്സിനെയും മറ്റും സംബന്ധിച്ചിടത്തോളം കമ്പനിയിൽ ഒരു ഓഹരിയിലും മറ്റുമൊക്കെ ഒരു വിറ്റഴിക്കലും മറ്റുമൊക്കെ ലോധ ഡെവലപ്പേഴ്സിനും ഒബ്രോയ് റിയൽറ്റിയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വാർത്ത നിലവിൽ ഇപ്പോൾ ഓഹരികൾക്കും നിലവിൽ തിരിച്ചടിയായിരിക്കുന്നു. ലോധ ഡെവലപ്പേഴ്സ് പരിശോധിക്കുമ്പോൾ ഏകദേശം 5.5% മുകളിലുള്ളൊരു ഇടിവ്, ഒബ്രോയ് റിയൽറ്റി ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3.5% ഒരു ഇടിവ് നിലനിർത്തുമ്പോൾ പ്രസ്റ്റീജ് എസ്റ്റേറ്റിൻ്റെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ 3.25%-ഓളമുള്ളൊരു ഇടിവുണ്ടാകുന്നു. റെയ്മണ്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 2.5%-ഓളം, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 2.25% ഒരു ഇടിവും രേഖപ്പെടുന്നു. ശോഭ പരിശോധിക്കുകയാണെങ്കിലും ബ്രിഗേഡ് എൻ്റർപ്രൈസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 2%-ഓളമുള്ളൊരു ഇടിവ് എല്ലാ ഓഹരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ നിഫ്റ്റി റിയൽറ്റി ഇൻ ജനറൽ പരിശോധിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇന്നിപ്പോൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഈ മണിക്കൂറിൽ നിഫ്റ്റി റിയൽറ്റി സൂചികയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നൊരു വാർത്ത കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇതിൽ തന്നെ ഒബ്രോയ് റിയൽറ്റിയുടെയും മറ്റുമൊക്കെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ആൻറ്റിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈ റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ പറഞ്ഞിരിക്കുന്നത് 2269 രൂപയാണ് ആൻറ്റിക് ഇപ്പോൾ ഒബ്രോയ് റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മുൻപ് പറഞ്ഞിരുന്ന 2180 രൂപയിൽ നിന്ന് പ്രൈസ് ടാർഗറ്റിൽ ഒരു അപ്ഗ്രഡേഷനും നിലവിലിപ്പോൾ ആൻറ്റിക് വരുത്തിയിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു ക്വാർട്ടർ തന്നെയായിരുന്നു ഈ ഒരു 2026 ഒന്നാം പാദത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കമ്പനിക്ക് രണ്ടാം പാദത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും എന്നൊരു കാര്യമാണ് ആൻറ്റിക് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല വലിയ രീതിയിലുള്ള ലോഞ്ചുകളും മറ്റുമൊക്കെ പ്രൊജക്ട്സിൻ്റെ മറ്റുമൊക്കെ ലോഞ്ചസും മറ്റുമൊക്കെ രണ്ടാം പാദത്തിൽ വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം പാദം ഒന്നാം പാദത്തിനേക്കാളും മികച്ച പെർഫോമൻസ് ഒബ്രോയ് റിയൽറ്റിക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. കൂടാതെ കമ്പനിയുടെ ഒരു എബിഡയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ റെൻ്റൽ എബിഡ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു വരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിക്കും. കൂടാതെ കമ്പനി പല രീതിയിലുള്ള റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളും മറ്റുമൊക്കെ നടത്തി വരുന്നതിൽ നിന്നും കമ്പനിക്ക് മികച്ച രീതിയിലുള്ള ഒരു പ്രോഫിറ്റും കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ആൻറ്റിക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ 2026 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ ഒരു പ്രീസെയിൽസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 60 ബില്യൺ മുതൽ 65 ബില്യൺ വരെയുള്ള ഒരു പ്രീസെയിൽസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും ഒബ്രോയ് റിയൽറ്റിയുടെ ഓഹരികൾക്ക് സാധിക്കും, ഒബ്രോയ് റിയൽറ്റി എന്ന് പറയുന്ന കമ്പനിക്ക് സാധിക്കും എന്നൊരു കാര്യം കൂടി നിലവിലിപ്പോൾ ആൻറ്റിക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നിലവിലെ ഒരു ട്രേഡിങ്ങിൽ മറ്റ് ബ്ലോക്ക് ഡീലിൻ്റെയും മറ്റുമൊക്കെ ഒരു വാർത്തയെ തുടർന്ന് ഒരു ഇടിവ് രേഖപ്പെടുന്നുണ്ടെങ്കിലും മികച്ച ഒരു അവസരം ഒബ്രോയ് റിയൽറ്റിയിലുണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ആൻറ്റിക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ 20096 എന്നൊരു നിരക്കിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നു. നിഫ്റ്റി ബാങ്ക് ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിൽ 56737 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ, ഇവയൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ. ഏതായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് പിന്നിടുന്ന അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിൽ നൽകിയത്. ഇനി നമുക്ക് ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഹരിപ്രിയ മാം ആണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് മാം ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ, താങ്ക് യു. യെസ്, ഏതായാലും നമ്മൾ ആദ്യം തന്നെ നിഫ്റ്റി 50യിലേക്ക് നോക്കാം. ഇന്നത്തെ ഒരു തുടക്കത്തിൽ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിലാണ്, ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 എന്നുള്ള ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഒരു 25,000 എന്നുള്ള ഒരു ലെവൽ കൈവിട്ടുകൊണ്ട് പെർഫോമൻസ് നടത്തുന്നു. പിന്നീട് വീണ്ടും ആ ഒരു ലെവൽ റീഗെയിൻ ചെയ്യുന്നു. അങ്ങനെ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചത്. നിലവിലത്തെ ഒരു കണ്ടീഷനിൽ നിഫ്റ്റി 50യിൽ നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? കറന്റ്ലി നമ്മൾ മാർക്കറ്റിൽ ഡെയിലി ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും 24,800 എന്നുള്ള ലെവലിൽ വന്നിട്ട് ഒരു പിയേഴ്സിംഗ് ക്യാൻഡിൽ കൊണ്ടാണ് അത് മുകളിലോട്ട് പോയേക്കുന്നത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ. അപ്പോൾ വന്നേക്കുന്ന ആ ക്യാൻഡിലുകൾ ഇപ്പോഴും 20-ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് നിൽക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 20-ഡേ മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് ഇത് പോയിട്ട് 25,200 എന്നുള്ള ലെവലിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റി 50 സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്, മുകളിലേക്ക് പോയി എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഒരു കണക്കിന് 25,000 എന്നുള്ള ലെവലിൽ നിഫ്റ്റി നിൽക്കുന്നത്, കുറച്ചു നേരമെങ്കിലും നിൽക്കുന്നത് ഒരു
ടൈം ആൻഡ് പ്രൈസ് കറക്ഷന് നല്ലതാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകും തോറും വലിയ ഒരു ഇടിവ് വരാതെ ആ 25,000 എന്നുള്ള ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്കാകും. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് നല്ല ഒരു കുതിപ്പോടെ നിഫ്റ്റിക്ക് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കറന്റ്ലി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന പ്രസന്റ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ 25,000 ഓഫ് കോഴ്സ് ആ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ആ 25,100 അല്ലെങ്കിൽ 125 ആ ഒരു ലെവല്, അതും കഴിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 25,200. ഇപ്പം ആ 20-ഡേ മൂവിംഗ് ആവറേജ് നിൽക്കുന്ന ആ ലെവൽ ഉണ്ടല്ലോ, 25,175 എന്നുള്ള ആ ലെവല് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവാണെങ്കിൽ 25,200 ക്രോസ് ചെയ്ത് മുകളിലേക്ക് കുറച്ച് പോയി 25,300 വരെയെങ്കിലും എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യേണ്ടത് ആ 20-ഡേ മൂവിംഗ് ആവറേജിനാണ്. കറന്റ്ലി നിഫ്റ്റി ഒരു നല്ല പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു നല്ല മുന്നേറ്റമായിട്ട് തന്നെ കാണണം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് നിഫ്റ്റിയെ കഴിഞ്ഞും ഒരല്പം ഇടിവിലാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലായിരുന്നു. അവിടെ നിന്നും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ ഒരു ബൗൺസ് ബാക്കിനുള്ള ഒരു ചാൻസസ് ഉണ്ടോ എന്തെങ്കിലും? നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെക്കാളും കുറച്ചും കൂടെ നല്ല ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 56,300 എന്നുള്ള ലെവലിനിടയിലും 57,400 എന്നുള്ള ലെവലിനിടയിലും അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ 26 ജൂൺ തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിൽ അത് കൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ചെറുതായിട്ട് നല്ല ഒരു റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻ കേസ് ആ 56,300 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് അത് താഴേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഇടിവ് പ്രതീക്ഷിക്കണം. കാരണം നിഫ്റ്റി ബാങ്ക് ഒരുപാട് ഉയർന്നു പോയിട്ടുണ്ട്. ബട്ട് ഇൻ കേസ് 57,300 അല്ലെങ്കിൽ 57,400 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ലെവൽ ഒന്ന് കുറച്ച് കൺസോളിഡേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് 60,000 റീച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കണോ എന്നിവിടെ എനിക്ക് ഡൗട്ട് ആവുന്നുണ്ട്. കാരണം ഇത് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇപ്പം കറന്റ്ലി. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഏതായാലും നമുക്കിനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം റെസ്പോൺസ് നടത്തുന്ന ആദ്യത്തെ ഒരു സ്റ്റോക്ക് 197 കമ്മ്യൂണിക്കേഷൻസ് അഥവാ പേടിഎം തന്നെയാണ്. പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ക്ലിയർലി നമുക്ക് കാണാൻ സാധിക്കുന്നു. 2.5% ഇടിവിലാണ് സ്റ്റോക്ക്. എക്സ്പെൻസ് കുറച്ചുകൊണ്ട് മികച്ച ഒരു ക്വാർട്ടർലി നമ്പേഴ്സ്, ഒരു മിന്നുന്ന പാദഫലം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അബ്സല്യൂട്ട്ലി പേടിഎമ്മിന് സാധിച്ചിരിക്കുന്നു. 839 കോടിയുടെ നഷ്ടത്തിൽ നിന്നും 123 കോടിയുടെ ലാഭത്തിലേക്ക് കമ്പനി തിരിച്ചെത്തിയിരിക്കുകയാണ്. പേടിഎമ്മിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? പേടിഎം നല്ല ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വോളറ്റിലിറ്റി പ്രൈസ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നല്ലൊരു ഹൈയിൽ നിന്ന് ഇത് തിരിച്ചിറങ്ങിയിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 417 എന്നുള്ള ലെവലിനിടയിലും 1054 എന്നുള്ള ലെവലിനിടയിലും നല്ലോണം കൺസോളിഡേറ്റ് ചെയ്ത് ഇപ്പൊ നല്ല ഗ്രീൻ ക്യാൻഡിൽസ് വോളിയത്തിലും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ RSI നോക്കുവാണെങ്കിൽ 65-ന് അബവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. MACD ക്രോസ് ഓവർ നല്ല സിഗ്നലിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് MACD ലൈന്. പക്ഷെ ആ ഒരു നേരത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 1022 എന്നുള്ള ആ ലെവൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 1060 1050 എന്നുള്ള ആ ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് 52 വീക്ക് ഹൈ കാണിക്കുന്ന ഒരു ലെവലാണ്. ആ ലെവലിലാണ് കറന്റ്ലി ഇപ്പം പേടിഎം നിൽക്കുന്നത്. ഇൻ കേസ് ഈ ഗ്രീൻ വോളിയം കുറച്ചും കൂടെ മൂവ് ചെയ്തുകൊണ്ട് ഇതിനെ മുകളിലേക്ക് പിടിച്ച് വലിക്കാൻ ഇതിന് സാധിക്കുകയാണെങ്കിൽ 1075 1080 അല്ലെങ്കിൽ 1100 എന്നുള്ള ലെവലിലേക്ക് ഇതിന് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് നല്ലൊരു ലെവലിന് പോകാൻ കഴിയും. പക്ഷെ കറന്റ്ലി നമ്മളിപ്പം വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ചെറിയ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വോളിയത്തോടു കൂടിയാണ് കറന്റ്ലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ ഗ്രീൻ ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തേക്കുന്നത്. അവിടെ ഒരു നല്ല ഒരു അപ് ടെയിലും ആ വിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കറന്റ്ലി 52 വീക്ക് ഹൈഡ് അവിടെ അത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നല്ല ഒരു ലെവൽ വരെ റീച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആണ്. ഇൻ കേസ് ഈ ലെവൽ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് എടുക്കാം.
യെസ്, ഏതായാലും മറ്റൊരു സ്റ്റോക്ക് ഇന്നത്തെ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം പെർഫോമൻസ് നടത്തുന്നത് ഡിക്സൺ ടെക്നോളജീസ് ആണ്. 2.5% കൂടുതൽ ഒരു നേട്ടം ഓൾറെഡി സ്റ്റോക്ക് തന്നിരിക്കുകയാണ്. ഡിക്സന്റെ ഒരു പെർഫോമൻസ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരുന്നു. എസ്പെഷ്യലി മൊബൈൽ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രോങ് പെർഫോമൻസ് കാരണം തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 100% ഒരു ഗ്രോത്ത് ഇത്തവണ ഈ ഒരു ക്വാർട്ടറിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിക്സനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന നിലയ്ക്ക് പലരും കൺസിഡർ ചെയ്യാനുണ്ട്. അങ്ങനെ നോക്കുന്ന സ്ഥിതിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഡിക്സൺ കറന്റ്ലി ഒരു നല്ല ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ബോക്സ് ഫോർമാറ്റിൽ അത് വന്നിട്ട് 16,500 എന്നുള്ള ലെവലിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. താഴെ ഫോം ചെയ്തേക്കുന്ന ഗ്രീൻ ക്യാൻഡിൽസ് നല്ലതാണ്. മാത്രമല്ല RSI മുകളിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. 60 മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനാണ്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 58 അറൗണ്ട് റീച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ MACD നോക്കുവാണെങ്കിൽ നല്ലൊരു ക്രോസ് ഓവർ എടുത്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു W പാറ്റേൺ നമുക്കായി MACD വരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറൗണ്ട് ആ 52 വീക്ക് ഹൈ ലെവലായ 18,700 ലെവൽ എങ്കിലും അത് എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഞാൻ പറയുന്ന ഒരു ലെവൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. 16,700 എന്നുള്ള ലെവല് 16,700 എന്നുള്ള ലെവൽ ഇത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ 18,000 ലെവൽ റീച്ച് ചെയ്യും. മറ്റൊരു സ്റ്റോക്ക് ഡാൽമിയ ഭാരതാണ്. തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് നമ്പേഴ്സ് തന്നെയാണ് കമ്പനി ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഇന്ന് ഡാൽമിയ ഭാരതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഡാൽമിയ ഭാരത്. ഏകദേശം 28.75% ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. നിലവിൽ ഡാൽമിയ ഭാരതിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? കറന്റ്ലി നിൽക്കുന്നത് 2300 എന്നുള്ള ലെവലിന് തൊട്ട് താഴെയാണ്. ആ 2300 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 52 വീക്ക് ഹൈ ആണ് ആ ലെവല്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 52 വീക്ക് ലോ എന്നുള്ള 1600 ലെവലിൽ നിന്നാണ് അത് 2300 വരെ പോയിരിക്കുന്നത്. ആ ഒരു ലെവൽ അത് ക്രോസ് ആണെങ്കിൽ കുറച്ചും കൂടെ മുകളിലോട്ട് പോയി 2400 എന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അതും കടന്നു പോവുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം അറ്റ്ലീസ്റ്റ് 26,000 അതിന് മുകളിലോട്ട് 2600 അതിന് മുകളിലോട്ടുള്ള ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്ന വോളിയം ക്യാൻഡിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി ഗ്രീൻ വോളിയംസ് തന്നെയാണ് മുകളിലേക്ക് നിൽക്കുന്നത്. ആവറേജ് വോളിയം നമ്മൾ എടുക്കുവാണെങ്കിൽ എല്ലാ സെല്ലിംഗ് ക്യാൻഡിൽസും അതിന് താഴെയാണ്. റെഡ് വോളിയംസ് എല്ലാം ആ ആവറേജിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ഗ്രീൻ വോളിയംസ് ആണ് മുകളിൽ നിൽക്കുന്നത്. അപ്പം ഇതിലൊരു നല്ല ബിഗ് മണി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബിഗ് ഫുഡ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇൻവെസ്റ്റ്മെന്റിന് നല്ലൊരു സ്റ്റോക്കാണ്. ഇൻ കേസ് 2300 ക്രോസ് ചെയ്ത് അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ആൻഡ് വാച്ച്. മാം, അവസാനമായിട്ട് നമ്മൾ KA ഇൻഡസ്ട്രീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സിൽ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, എബിഡ തുടങ്ങിയ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലൊക്കെ തന്നെ ഒരു മെച്ചപ്പെടുത്തൽ ഇത്തവണ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ KA ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 52 വീക്ക് ഹൈ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയ 4,779 രൂപ എന്നുള്ളതായിരുന്നു. നിലവിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 3,794 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലുമാണ്. ഈ സ്റ്റോക്കിലുള്ള മാമിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഈ സ്റ്റോക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യണം. കാരണം ഈവൻ ദോ അത് ഒരു നല്ല ലെവൽ താഴെയാണെങ്കിൽ പോലും 3900 എന്നുള്ള ലെവലിന് താഴെയാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ലെവൽ ആണെങ്കിൽ പോലും അത് പഴയ ഒരു സപ്പോർട്ട് ലെവൽ ആണെന്ന് കൂടെ നമ്മൾ കാണണം. കാരണം കഴിഞ്ഞ ഒരു കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ, നവംബർ ആ ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3796 എന്നുള്ള ലെവൽ, അതായത് 38,000 എന്നുള്ള ലെവല് പഴയ ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ആ സപ്പോർട്ട് തകർത്താണ് പിന്നീട് ഫെബ്രുവരിയിൽ ഇത് താഴേക്ക് വന്നിരുന്ന 52 വീക്ക് ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിലാണ് ഇപ്പോഴും കറന്റ്ലി ഈ സ്റ്റോക്ക് നിന്ന് കറങ്ങുന്നത്. നമ്മൾ കറന്റ്ലി മൂവിങ് ആവറേജസ് നോക്കുവാണെങ്കിൽ മൂവിങ് ആവറേജ് 50യുടെ അടുത്താണ് ഇത് നിൽക്കുന്നത്. ആ മൂവിങ് ആവറേജ് 50 ക്രോസ് ചെയ്ത് ഇത് മുകളിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ വീണ്ടും ആ കഴിഞ്ഞ 52 വീക്ക് ഹൈയോ ഒരു പക്ഷേ അതിന് കുറച്ച് മുകളിലേക്കോ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 50 ഡേ മൂവിങ് ആവറേജ് ലെവല് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മാത്രമല്ല നമ്മൾ MACD നോക്കുവാണെങ്കിൽ ക്രോസ് ഓവറിൽ ഇത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ കറന്റ്ലി RSIയും മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും ഒരു ചെറിയ ചെരിവോടെ അത് താഴോട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമുക്കൊരു വലിയ ഗ്രീൻ വോളിയം ഇതിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ
നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു ഗ്രീൻ വോളിയം വരുവാണെങ്കിൽ ഇതിനും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വഴി നോക്കുകയാണെങ്കിൽ. ഏതായാലും രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഹരിപ്രിയ മാമാണ് ഇപ്പോൾ മാർക്കറ്റിന്റെയും മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെയും ഒക്കെ തന്നെ ഒരു ഔട്ട്ലുക്ക് നൽകിയത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സൂരജ് സാർ, നമ്മൾക്ക് ഏതായാലും ഈ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെ കൂടെ ഒരു ടൈം ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏത് സ്റ്റോക്കാണ് പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്? അതിൽ ഞാൻ ആദ്യം തന്നെ ഹരിപ്രിയ ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യണം. കാര്യം വെച്ചാൽ അതിൻ്റെ നിഫ്റ്റി ലെവൽസ് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം വെച്ചാൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് അത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റ്സ് സ്റ്റോക്കും ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്സും ഉണ്ട്. ഈ സ്റ്റോക്കിനെ ഗൈഡ് ചെയ്യുന്നത് കൂടുതലും ആ ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ് സ്റ്റോക്കിനെ ഗൈഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽസ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ജനങ്ങൾ, ബയറും സെല്ലറിനും ഒരു പാറ്റേൺ ഉണ്ട്, അത് അളക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ്. ഞാൻ കുറച്ചുകൂടി ഒരു സിമ്പിൾ ടേംസ് എക്സാക്ട് എക്സാമ്പിൾ ഒന്നും അല്ലെങ്കിലും നമ്മളൊരു വെജിറ്റബിൾ മാർക്കറ്റ് വിചാരിക്കുക. ആ വെജിറ്റബിൾ മാർക്കറ്റിൽ ടൊമാറ്റോ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, അനിയൻ ഉണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അതിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ഇതെല്ലാം നിശ്ചയിക്കുന്നത്, അതിൻ്റെ വിലയൊക്കെ നിശ്ചയിക്കുന്നത് അതിൻ്റെ ഫണ്ടമെൻ്റൽസ്. അതിന് ജനങ്ങൾ വന്നിട്ട് ഒരു നെഗോസിയേഷൻ നടത്തും. അതാണ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽസ്. അപ്പോൾ ടെക്നിക്കലും ഫണ്ടമെൻ്റലും തമ്മിലുള്ള ബന്ധം അതാണ്. അതായത് ഫണ്ടമെൻ്റലും ടെക്നിക്കലും ഒന്നിച്ചു പോകണം. ഫണ്ടമെൻ്റലാണ് ടെക്നിക്കലിനേക്കാളും നല്ലതല്ല, ടെക്നിക്കലാണ് ഫണ്ടമെൻ്റലിനേക്കാളും നല്ലതെന്നല്ല. ഫണ്ടമെൻ്റൽ വിൽ ടെൽ യു വാട്ട് ഈസ് ദാറ്റ് ബിസിനസ് ഈസ് വർത്ത്, ടെക്നിക്കൽ ഈസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു ബൈ എന്നുള്ള. അപ്പോൾ നിഫ്റ്റിയുടെ ആ അനാലിസിസ് വളരെ ക്ലിയർ ആയിട്ടും പ്രിസൈസ് ആയിട്ടും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് എനിക്ക് വളരെ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളിന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കിട്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാര്യം വെച്ചാൽ അതിൽ മറ്റേ വശവും കൂടെ അന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളത്, നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ കാര്യവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് മോറോർലെസ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ല, ഫോറായിട്ട് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നിങ്ങളിത് കണക്കാക്കരുത്. ഇതൊരു അഡ്വൈസ് അല്ല, സോളിസിറ്റേഷനും അല്ല, ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക ഒരു റെക്കമെൻഡേഷനും അല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അത് കറക്റ്റ് ആവണം നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു വയ്ക്കുന്നതേ ഉള്ളൂ. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് സൊമാറ്റോ തന്നെയാണ്. ആ സൊമാറ്റോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ, അതായത് 22 ജൂലൈ ട്യൂസ്ഡേ, ഇന്നലെ ആ സ്റ്റോക്ക് ലൈഫ് ടൈം ഹൈ അടിച്ചു. ഏതാണ്ട് 311 രൂപ. അതായത് ഇന്നലെ +15% ആയിരുന്നു അല്ലേ, 15%ഓളം അപ്പം അടിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 311 രൂപയായത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു അത് ചെറുതായിട്ടൊന്ന് സെറ്റിൽ ചെയ്തത് 300 രൂപയ്ക്ക് ആയിരിക്കണം അല്ലേ. അതായത് ആ 311 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 3 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പാണ്. 3 ലക്ഷം കോടിയാണ് ആ കമ്പനിയുടെ വിപണന മൂല്യം, വിപണി മൂല്യം എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ആണല്ലോ ആ മലയാളത്തിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഫൈനലി സെറ്റിൽ ചെയ്തത് 300 രൂപയ്ക്കാണ്. അതായത് 2,89,000 കോടി മാർക്കറ്റ് ക്യാപ്പിലാണ് സെറ്റിൽ ചെയ്യണത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ചിയർ ചെയ്തു അതിൻ്റെ റിസൾട്ടിന്. കാര്യം എന്താ, അതിൻ്റെ ബ്ലിങ്കിറ്റിൻ്റെ ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സൊമാറ്റോനെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഹോൾഡിംഗ് കമ്പനിയായ ഇറ്റേണലിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഡെലിവറി ബിസിനസ് ആണ് എന്നുള്ള. എന്നാൽ അവർ പുതിയ ഒരു ലൈൻ തുടങ്ങിയിരിക്കുന്നു, അത് ക്യുക്ക് കോമേഴ്സ്, അതായത് ക്യുക്ക് കോമേഴ്സ് ഡെലിവറി. അതായത് നമ്മുടെ അവശ്യ സാധനങ്ങളും ഗ്രോസറീസും 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ ഡോർ സ്റ്റെപ്സിലേക്ക് എത്തിക്കാവുന്നത്. എന്നാൽ ആ ബിസിനസ്സിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സെപ്റ്റോ അതിലേക്ക് വന്ന ഒരു ന്യൂ പ്ലെയർ ആണ്. അതുമാത്രമല്ല സ്വിഗ്ഗിക്ക് ഇൻസ്റ്റാമാർട്ട് ഉണ്ട്, അതുപോലെ ബിഗ് ബാസ്ക്കറ്റ് ഇറങ്ങി, ആമസോൺ ഇറങ്ങി, ഫ്ലിപ്കാർട്ട് ഇറങ്ങി, പല FMCG കമ്പനീസ് ഇറങ്ങി. അപ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണം ഭയങ്കര വലിയ ഡിസ്കൗണ്ടിലായിരുന്നു ആ സർവീസ് നടത്തിയിരുന്നത്. അതായത് 100 രൂപയുടെ ഒരു ഗ്രോസറി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ അവർ ഡിസ്കൗണ്ടായിട്ട് 85 രൂപയ്ക്കും 90 രൂപയ്ക്കും തന്നുകൊണ്ടിരുന്നപ്പം അത് ഭയങ്കരമായിട്ട് ക്യാഷ് ബേൺ ചെയ്തിരുന്നു. അതായത് ഒരുപാട് കാശ് തിന്നിരുന്നു ആ വെർട്ടിക്കൽ എന്നുള്ള. അപ്പോൾ പൊതുവെ അത് കാരണം കൊണ്ട് തന്നെ ഈ എന്താ പറയുക സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലത്തെ സ്റ്റോക്സ് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ ഇത്രയും നാൾ മാനേജ്മെന്റ് പറഞ്ഞിരുന്നത് സമയമായിട്ടില്ല, ബ്ലിങ്കിറ്റ് എന്ന് പറയുന്നത് അതായത് ക്യുക്ക് കോമേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ആ വെർട്ടിക്കൽ വേണ്ട രീതിയിൽ പ്രോഫിറ്റബിൾ ആവുമോ എന്ന് അറിയില്ല, വളരെ കോഷ്യസ് ആയിട്ടാണ് അവർ അപ്രോച്ച് ചെയ്തിരുന്നത്. ബട്ട് മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് FY 2026 അവർ ബ്ലിങ്കിറ്റിനെ കുറിച്ച് ഭയങ്കര അപ്ബീറ്റ് ആയിരിക്കുന്നു എന്നുള്ളത് മാനേജ്മെന്റ് ഗൈഡൻസ്. ഒന്ന് റിസൾട്ട് പറഞ്ഞു വയ്ക്കുന്നത് എന്താ, the quick delivery business of Blinkit has grown much bigger
ആൻഡ് ലാർജർ ദാൻ ദ ഫുഡ് ഡെലിവറി ബിസിനസ്. അപ്പോൾ ഇപ്പോൾ ഫുഡ് ഡെലിവറി കമ്പനി എന്ന് പറയുന്നതിനേക്കാളും സൊമാറ്റോനെ നമുക്ക് അല്ലെങ്കിൽ ഇറ്റേണലിനെ പറയാൻ പറ്റുന്നത് ക്വിക്ക് കോമേഴ്സ് കമ്പനി എന്നുള്ള രീതിയിലാവാന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ ഒരു കണക്ക് പറഞ്ഞിരുന്ന കാര്യം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത് നെറ്റ് ഓർഡർ വാല്യൂ NOV അല്ലേ. ഫുഡ് ഡെലിവറി ബിസിനസിൻ്റെ നെറ്റ് ഓർഡർ വാല്യൂ 8,967 crores ആണെങ്കിൽ ഇപ്പോൾ ക്വിക്ക് കോമേഴ്സിൻ്റെ ബ്ലിങ്കിറ്റിൻ്റെ നെറ്റ് ഓർഡർ വാല്യൂ 9,200 crores ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ള. ഇത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ള. അപ്പോൾ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ബ്രോക്കറേജസിൻ്റെ എസ്പെഷ്യലി ഫോറിൻ ബ്രോക്കറേജസും ഫോറിൻ ഫണ്ട് ഹൗസസിൻ്റെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെയാണ് ഈ ഫുഡ് ഡെലിവറി ബിസിനസ്സൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഡൂർ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോറിൻ കമ്പനിയൊക്കെ ഉണ്ട്. ഈ സൊമാറ്റോ ശരിക്കും പറഞ്ഞാൽ പണ്ട് 10-15 കൊല്ലം മുമ്പേ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യണ നമ്മുടെ ഇവിടെ കേരളത്തിൽ സ്വിഗ്ഗി വരുന്നതിന് മുമ്പേ തന്നെ സൊമാറ്റോ ആദ്യം വന്നിരുന്ന ഒരു കമ്പനി. അത് കൂടുതലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ആപ്പായിട്ടാണ് ആദ്യം വന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ദുബായ് പോലെയുള്ള സിറ്റീസിലും സൊമാറ്റോ ഭയങ്കര പോപ്പുലർ ആയിരുന്നു എന്നുള്ളത്. നമ്മൾ അവിടെ ചെന്നിട്ട് ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ട്രിപ്പ് അഡ്വൈസറും സൊമാറ്റോൻ്റെ ഈ പ്ലാറ്റ്ഫോമും ഒക്കെയാണ് നമ്മൾ ട്രിപ്പ് അഡ്വൈസറും നമ്മൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ടും ഹോട്ടൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ടും റെസ്റ്റോറൻറ്റ് വേണ്ടിയിട്ട് ഈ സൊമാറ്റോൻ്റെയും റിവ്യൂസും ഒക്കെയാണ് നമ്മൾ നോക്കിയിരുന്നതെന്നുള്ളത്. അവിടെ നിന്ന് കാലങ്ങൾ ഇത്രയും കഴിഞ്ഞു, ഇത്രയും രീതിയിൽ ബിസിനസ്സൊക്കെ ഉയർന്നു വന്നു. അപ്പോൾ ഈ ബിസിനസ് ഒരു ഇന്ത്യയിലെ ഒരു പുതിയ ടെക്നോളജി ബിസിനസ് ആയിട്ടാണ് ഫോറിൻ ബ്രോക്കറേജ് ഹൗസസ് കാണുന്നത്. അപ്പോൾ ഈ റിസൾട്ട് Q1 വന്നതോടുകൂടി തന്നെ അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണെന്നുള്ള. ഇപ്പോൾ CLSAയുടെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 385 രൂപ, അതായത് 300 രൂപയിൽ നിന്ന് ഇനി 85 രൂപയും കൂടെ ഉണ്ടെന്നുള്ള, അതായത് നിയർലി 30% അപ്സൈഡും കൂടി അവർ പറയുന്നു എന്നുള്ള. ജെഫ്രീസിൻ്റെ ടാർഗറ്റ് ₹400 എന്നുള്ള. കാരണം ഡൊമസ്റ്റിക് ബ്രോക്കറേജ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആണ്, എന്നാലും ഒരു 10% ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. MK ഗ്ലോബൽ കൊടുത്തിരിക്കുന്നത് ₹330 ആണ് ടാർഗറ്റ്. അപ്പോൾ മൂന്നും ഞാൻ വായിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. പക്ഷേ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇത്രയും വായിക്കാൻ പറ്റിയെന്നുള്ളത്. ഇതെല്ലാവരും വളരെ അപ്ബീറ്റാണ്, ഇവർ ഭയങ്കര ഗ്രോത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റ് കമന്ററിയാണ് അവർ പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് ക്ലിയർ ഡിപ്പാർച്ചർ, ഇതുവരെ കോഷൻ ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ക്ലിയർ ഡിപ്പാർച്ചറാണ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് ബ്ലിങ്കിറ്റിന്റെ ഗ്രോത്ത് അവർ പറയുന്നത് എന്നുള്ള. അപ്പോൾ അതിലവർ പറയുന്ന പ്രത്യേകം പോയിന്റ് ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ എഴുതി വെച്ചൊരു പ്രത്യേകം വെച്ചാൽ ഇത്രയും നാൾ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഒരു ആമസോൺ എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസ് ആണ്, ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസ് ആണ്. എന്താണ് മാർക്കറ്റ് പ്ലേസ്? ഇവർ പ്രോഡക്റ്റ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. ഇവർ ഒരു എന്താ പറയുക, ഒരു സ്റ്റോറിനെയും കൺസ്യൂമറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അതായത് ഒരു സ്റ്റോറിന് അവരുടെ പ്രോഡക്റ്റ് ആമസോൺ വഴി സെല്ല് ചെയ്യാം, വേറൊരു കൺസ്യൂമറിന് ഇത് ആമസോൺ വഴി ആ സ്റ്റോറായിട്ട് കണക്ട് ചെയ്യാം. അതായത് ഇത് രണ്ടുപേരെ കണക്ട് ചെയ്യുന്നു, അല്ലാണ്ട് ഇൻവെൻട്രി ഒന്നും ആമസോണോ ഫ്ലിപ്കാർട്ടോ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്ലേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു, സൊമാറ്റോയും മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു. അവരുടെ ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ എന്താ, അവർ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, വേറൊരു റെസ്റ്റോറൻറ്റും കൺസ്യൂമറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം മാത്രം, അല്ലെങ്കിൽ ഒരു ആപ്പ് മാത്രമായിരുന്നു സൊമാറ്റോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ബ്ലിങ്കിറ്റ് ഉയർന്നു വരുന്നതോടുകൂടി ബ്ലിങ്കിറ്റിൻ്റെ ബിസിനസ് മോഡലിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോസറി സ്റ്റോഴ്സും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിനെയും കൺസ്യൂമറായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർ ഷാഡോ സ്റ്റോഴ്സ് അവർ തുടങ്ങുന്നത്. അതായത് അവർ തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് അവരുടെ ഗോഡൗണിൽ വെച്ചിട്ട് കൺസ്യൂമറിന്, അതായത് നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിച്ച് നമ്മൾ ഈ കൺസ്യൂമറിന് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ് ആവുമെങ്കിൽ ഇവരുടെ ഗോഡൗണിൽ നിന്ന് തന്നെ അത് ഡെലിവറി ചെയ്യാൻ നേരത്ത് സബ്സ്റ്റാൻഷ്യലായിട്ട് ടൈം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം കൂടുതൽ ഓർഡർ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലിങ്കിറ്റിൻ്റെ ആ ഒരു ബിസിനസ് മോഡൽ. അപ്പോൾ ബ്രോക്കറേജുകളെല്ലാം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ് മോഡലിൽ നിന്ന് ഇൻവെൻട്രി ലെഡ് ബിസിനസ് ആയി മാറിയത് ഭയങ്കരമായിട്ട് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുകയും സൊമാറ്റോൻ്റെ അതിലാണ് അപ്ബീറ്റായിട്ട് സ്റ്റോക്സ് ഭയങ്കരമായിട്ട് കയറി എന്നുള്ള. അത് മാത്രമല്ല നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ 18 ദിവസം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ കാൽക്കുലേഷൻ അനുസരിച്ച് FY26 4th quarter, ഈ കൊല്ലം 4th quarterോടുകൂടി ബ്ലിങ്കിറ്റ് ബ്രേക്ക് ഈവൺ ആവും. അപ്പോൾ ഫുഡ് ബിസിനസ്സും ബ്രേക്ക് ഈവൺ ആയി, ഇതും ബ്രേക്ക് ഈവൺ ആയി കഴിഞ്ഞാൽ പിന്നെ കമ്പനി വേറെ ലെവലിലായി എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ബട്ട് ഇതിൻ്റെ ഒരു മറ്റൊരു വശം കൂടെ പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു എന്നുള്ള. ഇത് എത്രയും പോസിറ്റീവ് കാര്യം അങ്ങനെ തന്നെ നടക്കട്ടെ, അതൊക്കെ ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മക്വയറി എന്ന് പറഞ്ഞൊരു ഫോറിൻ ബ്രോക്കറേജ്, അവർ ശരിക്കും എനിക്കൊരു ഓസ്ട്രേലിയൻ ഫേമാണ് മക്വയറി എന്നാണ് എൻ്റെ വിശ്വാസം. അവർ അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് ആണ് ബ്രോക്കറേജ് കൊടുത്തിരിക്കുന്നത്. എത്ര രൂപയെന്നറിയും? 150 രൂപ. അതായത് 50% ഡൗൺ എന്നുള്ള രീതിയിലാണ്, ഡൗൺ സൈഡാണ് അവർ 150% കൊടുത്തത്. ഇതിൽ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ ബോംബെയിലുള്ള. അദ്ദേഹം ഒരു നോട്ട് ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ
മാർക്കറ്റ് ക്യാപ്പ് 3 ലക്ഷം കോടി ആയല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ സൊമാറ്റോന്റെ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിപ്രോ, ടാറ്റ മോട്ടോഴ്സ്, JSW സ്റ്റീൽ, നെസ്ലെ, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിന്റ്സ്, ഏഷ്യർ മോട്ടോഴ്സ്, സിപ്ല, ടെക് മഹീന്ദ്ര എന്നിങ്ങനെയുള്ള കമ്പനികളെ വെട്ടിച്ചാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇവർ ആ ഇൻട്രസ്റ്റിംഗ് നോട്ട് എന്തെന്നറിയോ? അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഫോർ ഇറ്റേണൽ ടു ഗ്രോ at 20% ഫോർ ദ നെക്സ്റ്റ് 3 years. നെക്സ്റ്റ് 3 yearsലേക്ക് 20% വെച്ച് ഗ്രോ ചെയ്യുകയും 50 PE കമാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് നീഡ്സ്, അതായത് ഇറ്റേണൽ നീഡ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 10,360 crores. ഇപ്പോൾ എത്ര? 200 തൊട്ട് 500 കോടിയുടെ ഇടയിലാണ് ഓരോ പ്രോഫിറ്റ്. 200 തൊട്ട് 500 കോടിയിൽ നിന്ന് 10,000 കോടിയായിട്ട് നെക്സ്റ്റ് 3 കൊല്ലം കൊണ്ട് ആ പ്രോഫിറ്റ് എത്തിയാൽ മാത്രമേ ഈ പറയുന്ന വാല്യുവേഷൻ ജസ്റ്റിഫിക്കേഷൻ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സമ്മറി എന്ന് വെച്ചാൽ അദ്ദേഹം ഒന്നില്ലെങ്കിൽ സൊമാറ്റോ ഇവിടുന്ന് കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൊമാറ്റോ ഇവിടെ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും. ഇതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം കൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞു വയ്ക്കാം. ഈ മാർക്കറ്റ് ക്യാപ്പാണെന്ന് പറഞ്ഞല്ലോ, ഒരൊറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ONGC 3 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പാണ്. റവന്യൂ എത്രയെന്നറിയോ? 6,63,000 കോടി. നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നറിയോ? 38,329 കോടി. അതായത് റവന്യൂ സൊമാറ്റോവിനേക്കാളും 30 ടൈംസ് ഹയർ, പ്രോഫിറ്റ് 60 ടൈംസ് ഹയർ. ONGCയും സൊമാറ്റോയും സെയിം മാർക്കറ്റ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. യെസ്, ഏതായാലും നമ്മൾ സൊമാറ്റോയെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ലൈവ് ഒരു കമൻറ്റ് കൂടി ഞാൻ വളരെ പെട്ടെന്നൊന്ന് വായിക്കുകയാണ്. ഞങ്ങൾ ഡെലിവറി ബോയ്സ് അസ്വസ്ഥരാണെന്നാണ് ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും സൊമാറ്റോയുടെ ഒരു 2 ആസ്പെക്ട്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ട് ബ്രോക്കറേജുകൾ പറയുന്ന ഒരു വ്യൂവും, മറ്റ് ഒരു ആസ്പെക്റ്റിൽ മക്വറി ബ്രോക്കറേജ് അതിൻ്റെ ഒരു ഡൗൺ സൈഡ് റിസ്ക് പറയുന്ന ഒരു കാര്യവും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കും ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.